ഹലോ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഡേ ഇൻ മൈ ലൈഫാണ്. അല്ല, തുമ്മിമോളുടെ ഒറ്റയ്ക്കാണ്, എൻ്റെ ഒറ്റയ്ക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ക്യാമറ കണ്ടിട്ടാണ് ആൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ വരുമ്പോൾ അത്ര രാവിലെ ഒന്നുമല്ല, 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് ഫ്രഷായി കുറച്ച് നേരം കിന്നാരൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ നേരെ താഴോട്ട് പോവാണ്. ഇനി എന്തെങ്കിലും വയറ്റിലേക്ക് കിടക്കണമല്ലോ. ഇവിടെ ഒരാൾ ടി വി ഒക്കെ കണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര നാണക്കേടാണ്. ഇന്ന് ഞങ്ങൾക്ക് നല്ല ആവി പറക്കണം, പുട്ടും പപ്പടമൊക്കെയാണ് കഴിക്കാനുള്ളത്. ഞാൻ വേഗം തുമ്പിമോക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തുമ്പിമോക്കിപ്പോൾ 2 നേരം ഇങ്ങനത്തെ എന്തെങ്കിലും ഭക്ഷണവും 1 നേരം ഏതെങ്കിലും ഒരു ഫ്രൂട്ടും അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ റൂമിലോട്ട് വരും കേട്ടോ. അവിടെ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട്. തുമ്പിമോളുള്ള സമയത്ത് ഇതൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ സമയത്താണ് എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോഴേക്ക് കുറുക്കൊക്കെ നല്ല തണുത്തൊക്കെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഫസ്റ്റ് തുമ്പിമോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് എൻ്റെ പണി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കുറുക്കൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് തുമ്പിമോളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഒരു ഉറക്ക് പാസ്സാക്കലുണ്ടാക്കുക. ഈ സമയത്താണ് എൻ്റെ കലാപ്രതിഭ പുറത്തേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ഇപ്പം എന്നെ കാണാൻ? അതിനിടയിൽ അലക്കേണ്ടതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടോ, അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞ് ഇനി എൻ്റെ പരിപാടിയാണ് റീൽസ് ഷൂട്ട് ചെയ്യാനുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യും. അധികം സമയം ഉണ്ടാവാറില്ല. മോളുടെ ഉറക്കവും കാര്യമൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ കുറേ നേരം. ഇന്ന് പക്ഷേ സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നല്ല മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീൻ പൊരിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഉപ്പേരി അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് തുമ്പിമോക്കുള്ള ഉച്ചക്കേക്കുള്ളതാണ്. ഇന്ന് മത്തൻ വേവിച്ചതും ചോറും ഇത് രണ്ടും കൂടെ അരച്ചെടുത്തതാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഒരു കഴിക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ആൾ കഴിച്ചോളൂ കേട്ടോ നല്ല രീതിയിൽ. അത് കഴിഞ്ഞ് എൻ്റെ ഊഴം മീൻകറിയും മീൻ പൊരിച്ചതും അച്ചാറും പപ്പടവും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം, ഉച്ചയുറക്കം പിന്നെ പതിവാണല്ലോ. കുറച്ച് നേരം ഇങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആൾ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ എൻ്റെ അടുത്ത പണി തുണിയൊക്കെ മടക്കി വെക്കാനുള്ളത്. മഴയൊക്കെ പെയ്ത് മുറ്റമൊക്കെ നല്ല രീതിയിൽ നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ മഴയൊക്കെ പെയ്യുന്ന സമയത്ത്? ഇപ്പോൾ സമയം ഒരു 6-6:30 ആയി കാണും. ഇനിയിപ്പോൾ ഒരു മാങ്ങയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 2 നേരം നല്ല ഹെവി ഫുഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു ഫ്രൂട്ട് അങ്ങ് കൊടുക്കാൻ വെച്ചു. നല്ല മധുരമായതുകൊണ്ടാണ് എക്സ്പ്രഷൻ ഇങ്ങനെ. ഇതും കഴിച്ച് കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ കഴുകി കഴിയുമ്പോഴേക്ക് അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റഡി ടൈമാണ്. കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് എന്ത് കിട്ടിയാലും വായിലോട്ടാ. ഈ പ്രായത്തിൽ എല്ലാ കുട്ടികളും അങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം നല്ല രീതിയിൽ ഉറങ്ങും. ഈ ഉറക്കം കൊണ്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട. ഇനി ഒരു കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് ഒരു 12-1 മണിക്കാണ് ശരിക്കുള്ള ഉറക്കം ഉണ്ടാവുക.